ആരോഗ്യമേഖല. ഇന്ത്യയിലെ ആരോഗ്യമേഖലയുമായി തട്ടിച്ചാൽ നമ്മുടെ കേരളം വളരെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ആ മികവ് ഇന്ത്യ ഗവൺമെൻറ്റും അംഗീകരിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലായി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പ്രവർത്തിക്കുന്നുണ്ട്. എയിംസ് ഇല്ലാത്ത ഏക സംസ്ഥാനമാണ് നമ്മുടെ നാട്. ഇത് ശരിയല്ല. എയിംസ് അനുവദിക്കണമെന്ന് ദശാബ്ദങ്ങൾക്ക് മുൻപേ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് അതിന് സമ്മതം പ്രകടിപ്പിച്ചു. എവിടെയാണ് എയിംസ് വേണ്ടത് എന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ചോദിച്ചു. സംസ്ഥാന ഗവൺമെൻറ് 4 സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു. അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഒരു പ്രത്യേക സ്ഥലം പറയണം. അങ്ങനെയാണ് LDF സർക്കാർ ഒരു പ്രത്യേക സ്ഥലം തന്നെ നിർദ്ദേശിച്ചത്. ആ സ്ഥലം നിർദ്ദേശിച്ചിട്ടും ഒരു നടപടിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നില്ല. ഒരു നടപടിയും തുടരുന്നില്ല. വിവിധ തലങ്ങളിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കം കണ്ടിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം ഇപ്പം കിട്ടി എന്ന തോന്നലോടുകൂടിയാണ് സംസാരിക്കുന്നവർ തിരിച്ചു വരിക. പക്ഷേ അനുവദിക്കില്ല എന്ന് മാത്രം ഇത്തവണയും ഇല്ല. ഇതാണ് അവസ്ഥ. കേരളം എന്ന ഒരു പേര് പരാമർശിക്കാത്ത ഒരു ബജറ്റായി ഈ കഴിഞ്ഞ ബജറ്റ് മാറി. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരമൊരു കാര്യത്തെ ശരിയായ രീതിയിൽ കാണാനും പ്രതികരിക്കാനും നമ്മുടെ നാട്ടിലെല്ലാവരും തയ്യാറാകുന്നുണ്ടോ? വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണത്. കേന്ദ്രമന്ത്രിമാരായിരുന്നവർ പറഞ്ഞ വാചകങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കാരണം അവർ ഈ നെറികേടിൻ്റെ ഭാഗമായി നിന്നവരാണ്. ആ നെറികേട് കൂടുതൽ നെറികെട്ട ഭാഷയിൽ അവരവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിനെ കാണേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതിനെ എതിർക്കണ്ടേ? നമ്മുടെ നാടിൻ്റെ ഭാഗമായി നിൽക്കുന്ന, നാടിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യപ്പെട്ട എല്ലാവരും എതിർക്കണ്ടേ? അങ്ങനെ എതിർക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തന്നെ ഈ കാര്യം എത്ര കണ്ട് ശരിയായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന ഇതുപോലുള്ള തീർത്തും തെറ്റായ, മനുഷ്യത്വരഹിതമായ, രാജ്യത്തിൻ്റെ താല്പര്യത്തിന് നിരക്കാത്ത പ്രവർത്തികളെ തുറന്നു കാണിക്കാൻ പ്രയാസം? അവിടെയാണ് താല്പര്യത്തിൻ്റെ പ്രശ്നം വരുന്നത്. ആ താല്പര്യം കോർപ്പറേറ്റ് താല്പര്യമാണ്. കോർപ്പറേറ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭരണമാണ് ഇന്നത്തത്. അതിനെ ഒരു തരത്തിലും അലോസരപ്പെടുത്താൻ പാടില്ല. ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ അതിനെ അലോസരപ്പെടുത്തരുത് എന്ന് കോർപ്പറേറ്റ് ആഗ്രഹിക്കുന്നു. അതേ നില ഇവിടെ സ്വീകരിച്ചു പോവുകയാണ്.